നമസ്കാരം. നിങ്ങൾ ഈ വാക്കൊന്ന് കേൾക്കുക. ഇത് നമ്മുടെ യുവമോർച്ചയുടെ നേതാവിൻ്റെ വാക്കുകളാണ്. സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രബുൽകൃഷ്ണൻ്റെ വാക്കുകൾ. ഇന്നലെ കൊല്ലത്ത് വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘം ആക്രമണം വഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ പോലെ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവള് കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയല്ല. അങ്ങനെ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ പാർട്ടി BJP എന്ന് പറയുന്നത്, യുവമോർച്ച എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ പാർട്ടിയാണ്, വി മുരളീധരന്റെ പാർട്ടിയാണ്, PK കൃഷ്ണദാസിന്റെ പാർട്ടിയാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് കയറി മാറും. ആ കാര്യത്തിൽ ഒരു സംശയം വേണം. ഞങ്ങൾ വടികെട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് കോൺഗ്രസുകാരെ പോലെ തിരിച്ചു വിട്ടുപോകുമെന്ന് CPM കരുതണ്ട. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടായ സമയത്തും അതിനെ പ്രതിരോധിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങളെ അടിച്ചമർത്തി കളയാം, ആ പ്രതിഷേധങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി കളയാമെന്ന് CPM വ്യാമോഹിക്കണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പൊതുവേ നമുക്ക് വയലൻസ് ഇഷ്ടമാണ്. പക്ഷേ അതിനൊരു ന്യായമുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും. ന്യായമില്ലാത്ത വയലൻസ് നാം പലപ്പോഴും തള്ളിക്കളയുകയാണ് പതിവ്. ഈ സിനിമയിലും നായകനും വില്ലനും ഉണ്ടാകുന്നത് ഈ നീതിബോധത്തിൻ്റെ പുറത്താണ് എന്ന് പറയാം. വില്ലൻ ചെയ്തതിനൊക്കെ നന്നായി തിരിച്ചു കിട്ടണമെന്ന് നമ്മളെ ആഗ്രഹിപ്പിച്ചിട്ട് നായകനത് ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷവാന്മാരാകുന്നു, വളരെയധികം ഹാപ്പി ആകുന്ന ആ മനസ്സിനെയാണ് പൊതുവെ നായക കേന്ദ്രീകൃത സിനിമകൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതേ സൈക്കോളജിയാണ് കൊല്ലത്ത് യുവമോർച്ചക്കാർ അന്തം കമ്മികളെ അടിച്ച് ചതയ്ക്കുമ്പോൾ പൊതുവെ ഉണ്ടായത്, അല്ലെങ്കിൽ പൊതുവെ കാണുന്ന ഈ ആഹ്ലാദ പ്രകടനം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കണ്ട വാക്കുകൾ, കേട്ട വാക്കുകൾ, പ്രബുൽകൃഷ്ണൻ പറയുന്നത് പോലെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ പാർട്ടിയല്ല ഞങ്ങളുടേത്, അടിച്ചാൽ തിരിച്ചടിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളതെന്ന് മറന്നു പോകരുത് എന്നുള്ള സൂചനയാണ് പ്രബുൽകൃഷ്ണൻ നൽകുന്നത്. ഇപ്പോൾ കളിക്കുമ്പോൾ, യുവമോർച്ചയോട് കളിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നാണ് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഞങ്ങൾക്കാരുടെയും ഇറാൻ മൂളികളായി നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആരുടെയും ഇറാൻ മൂളികളുമല്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന പ്രബുൽകൃഷ്ണൻ ഇതുകൂടി സൂചിപ്പിക്കുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കുക. അത് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും PK കൃഷ്ണദാസിൻ്റെയും അടക്കമുള്ളവരുടെ പ്രസ്ഥാനമായ BJP, യുവമോർച്ച എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് അത്തരത്തിലുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് ഇവിടെ യുവമോർച്ചയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു വയ്ക്കുന്നത്. ഇതാണ് ഞാനും പറഞ്ഞത്. നമ്മളൊരു സിനിമ കാണുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരു സന്തോഷത്തോടു കൂടി പലപ്പോഴും പലതും നമ്മൾ കാണുന്നത് നായകൻ പ്രതിനായകനെ തച്ചു തകർക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതങ്ങ് കാസർഗോഡ് മുതൽ നമുക്കറിയാമല്ലോ. ഈ കാസർഗോഡ് മുതൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ദിവസേന ചിലപ്പോൾ ക്രൂരമായി തന്നെ മർദ്ദിച്ചിട്ടുള്ള അന്തങ്ങൾ, അവരുണ്ടാക്കിയെടുത്തൊരു വില്ലൻ ഇമേജുണ്ട്. ആ വില്ലൻ ഇമേജിൻ്റെ ഫലമായി വന്നതാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങൾ. ഇത് ആദ്യമായി സംഭവിച്ചിരുന്നുവെങ്കിൽ യുവമോർച്ചക്കാർ ജനാധിപത്യത്തെ കൊല്ലുന്നേ എന്ന് ഇതേ കോൺഗ്രസ്സുകാർ തന്നെ ചേർന്ന് നിലവിളിച്ചേനെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരെ പട്ടിയെപ്പോലിട്ട് തല്ലുന്നതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ദിവസവും ആഘോഷിച്ച ഈ മാക്രികളോടുള്ള അവരുടെ അമർഷം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം, ഇതൊക്കെ ഇപ്പോൾ വളരെ വിസിബിളാണ് നമ്മുടെ മുൻപിൽ എന്നുള്ളതാണ്. മാക്രികളെ ചതച്ചത് ഏവരും ആഘോഷിക്കുന്നുണ്ട് എന്ന് ഒന്നോർത്ത് നോക്കൂ. നാഷണൽ ഹൈവേ മാറ്റി നിർത്തിയാൽ നാട് മുഴുവനുമുള്ള റോഡുകളിൽ കുണ്ടും കുഴികളും, പ്രത്യേകിച്ച് പൊളിയാത്ത ഒരു ഗ്രാമീണ റോഡ് പോലും നാട്ടിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പ്രധാന പ്രശ്നമായി ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാർ ഉയർത്തി കാണിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ: ഗവർണറെ പിണറായി വിജയന് ഇഷ്ടമില്ല. അതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമത്രേ. പിന്നെ ഈ നവകേരള യാത്രയിൽ കിട്ടുന്ന പരാതികളുടെ ബാഹുല്യം, അതൊരു ക്രെഡിറ്റായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഭരണപക്ഷമുണ്ട്. അതിനെതിരെയാണ് ഈ അടികൊള്ളാൻ പോയി യുവാക്കളുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കാൻ പ്രയത്നിക്കുന്ന ഈ പ്രതിപക്ഷ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം. ഇതിലേക്ക് തങ്ങളുടെ യുവാക്കളെയും ഇറക്കി കമ്മികളെ തല്ലി ഹീറോ ആകുന്ന BJP. ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിദ്യാഭ്യാസത്തെക്കാളും വീക്ഷണത്തെക്കാളും ഗുസ്തി പിടിക്കുവാനും ഒപ്പം തന്നെ തെരുവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഉള്ള കഴിവാണ് നല്ല രാഷ്ട്രീയ നേതാവാകാൻ വേണ്ടതെന്ന ഒരു നറേറ്റീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ
പരമ്പരാഗതമായി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ശരിയെന്ന് മറ്റു പാർട്ടികളും ചിന്തിച്ച ഇടങ്ങളിലാണ് തെരുവ് യുദ്ധക്കാർ നേതാക്കളാകുന്നതും ഭരണത്തിലെത്തുന്നതും. എന്നാൽ ഇവിടെ മോദിജിയുടെ നേതൃത്വത്തിൽ പലയിടത്തും BJP ആ നയം തന്നെ തിരുത്തി മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. കാരണം വിദ്യാഭ്യാസവും വീക്ഷണവും സാമർഥ്യവും ഒപ്പം തന്നെ മന്ത്രിമാരാകാനുള്ള അളവുകോലാക്കി BJP മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ S ജയശങ്കറിനെയും അശ്വിനി വൈഷ്ണവിനെയും ഒക്കെ നമ്മളൊന്ന് നോക്കിക്കണ്ടാൽ നന്നായി പഠിച്ച് നന്നായി ജോലി ചെയ്ത് നന്നായി കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ്. ആ അനുഭവജ്ഞാനം ഉപയോഗിച്ച് 50കൾക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനായി വളർന്നു വരാൻ കഴിയും, മാറുവാനുള്ള അവസരമുണ്ടാകും. അതാണ് BJP ഇപ്പോൾ ഒരുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഈ തെരുവ് യുദ്ധം നടത്താതെ വന്നവർ ഒന്നുകിൽ ബന്ധുനിയമനവും മതജാതി കാർഡ് നോക്കിയുള്ള നിയമനവും ആകുന്നത് പോലെയല്ല ഈ പറഞ്ഞ സംവിധാനവും സിദ്ധാന്തവും BJP സ്വീകരിക്കുന്നതെന്ന് പറയും. പറഞ്ഞു വരുന്നത് മോദിജിയുടെ നേതൃത്വത്തിൽ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ പോലും പുതിയൊരു ദിശാബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ദിശാബോധം വന്നിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നമ്മളെ പഠിക്കാൻ വേണ്ടി സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ സമരത്തിന് പോയി ഭാവി നശിപ്പിക്കാതെ ആർഷയെ പോലെയൊക്കെ ഇങ്ങനെ കേസുകൾ വാങ്ങിക്കൂട്ടി പാർട്ടിയുടെ പട്ടി കണക്കെ തുടലിൽ വീഴാതെ നന്നായി പഠിച്ച് നന്നായി നല്ല ജോലിയിലെത്തിയോ നല്ല സംരംഭകനായോ സാമർഥ്യം കാണിച്ച് മാത്രമല്ല നന്നായി സമ്പാദിച്ച് ധാർമ്മികമായി ജീവിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ. അഥവാ ഇനി രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും 50 വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുക, ആരോഗ്യം നന്നായി പരിപാലിക്കുക, വ്യക്തതയുള്ള സംസാരത്തിൽ പ്രാവീണ്യം നേടുക. മോദിജിയുടെ വീക്ഷണത്തിൽ BJP രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം മാറ്റുന്നത് നാളെ രാജ്യം മുഴുവൻ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളതും ഒപ്പം തന്നെ തങ്ങളോട് എമ്പതിയോടെ പെരുമാറുമെന്ന് ഉറപ്പുള്ളവരും അവരെയാണ് ധാർമ്മിക ജീവിതം നയിക്കുന്ന അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ, അത്തരത്തിലുള്ള മനുഷ്യരെ അവരെയാണ് നേതാവായി കാണാൻ പഠിപ്പിക്കേണ്ടത്, കാണാൻ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് നേതാക്കന്മാരാക്കേണ്ടത്. ഇന്നത്തെ SFI ക്രിമിനലുകൾക്കോ നേതാക്കൾക്കോ അടികൊണ്ട് ഭാവിയിൽ നേതാവാകാമെന്ന് കരുതുന്ന മറ്റ് രാഷ്ട്രീയക്കാർക്കോ ചിലപ്പോൾ അന്ന് ഡിമാൻഡ് ഉണ്ടാകില്ല എന്നുകൂടി പറയട്ടെ. കാരണം ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യത്തിലേക്കുള്ള ആരംഭമായിരിക്കും ഇത് എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. ഇവിടെയാണ് പ്രബുൽ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്, ഒരു നവകേരള സദസ്സ് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളൊരു നവകേരള സദസ്സ് നടത്തിക്കോളൂ. ആ സദസ്സിലേക്ക് എത്തുന്നവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ആ പ്രതിഷേധിക്കാൻ വരുന്നവരെ ഇങ്ങനെ നിങ്ങൾ താറുമാർ അടിച്ചോടിക്കരുത്. നിങ്ങളിങ്ങനെ പട്ടിയെ ചതയ്ക്കുന്നത് പോലെ തല്ലിച്ചതയ്ക്കുന്ന നിങ്ങളുടെ ഈ രീതിയോട് യുവമോർച്ചയ്ക്ക് എതിർപ്പാണ്, BJPക്ക് എതിർപ്പാണ് എന്നുള്ള സൂചനകൾ, സന്ദേശമാണ് ഞങ്ങൾ കൊല്ലത്ത് നൽകിയത് എന്നുള്ളതാണ് ഈ വാക്കുകളിൽ ധ്വനിക്കുന്നത് എന്ന് പറയാം. ഇന്ന് പലരും യുവമോർച്ച ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. ഇവനൊക്കെ 2 കിട്ടേണ്ട സമയം അതിക്രമിച്ചു പോയി എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ചിലപ്പോൾ അവരുടെ തന്നെ പാർട്ടിയിൽ, ഈ അന്തംകമ്മികളുടെ പാർട്ടികളിൽ ഉള്ളവർ തന്നെ ചിലപ്പോൾ പറഞ്ഞു കാണുമല്ലോ, അവർ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇവന്മാർക്ക് റോഡിലിട്ട് 2 എണ്ണം ആരെങ്കിലും കൊടുക്കണമെന്ന്. അങ്ങനെ കൊടുത്തതാണ് യുവമോർച്ചയോട് കളിക്കാൻ പോയി. അവിടെ ഈ പ്രബുൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഞങ്ങളെ കയറി ചൊറിയാൻ വരരുത്, ഞങ്ങളെ കയറി ചൊറിഞ്ഞാൽ ഞങ്ങൾ കയറി അങ്ങ് മാന്തും. അവരത് വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇങ്ങനെ പ്രതിഷേധിക്കാൻ വരുന്നവരെ, പ്രതികരിക്കാൻ നിൽക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, കറുപ്പണിഞ്ഞവരെ കാണുമ്പോൾ ഇങ്ങനെ ഹാലിളകുന്ന തരത്തിലുള്ളൊരു രീതിയുണ്ടല്ലോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള ഈ അന്തംകമ്മികൾക്കും. അതിനി ഉണ്ടാകരുത്. അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി എടുക്കരുത് നിങ്ങൾ. ചിലപ്പോൾ ഈ കാസർഗോഡ് മുതൽ കൊല്ലം വരെ എത്തിയപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? തല കുമ്പിട്ട് നിന്ന് നിങ്ങൾ കൊടുക്കുന്ന അടി അതുപോലെ വാങ്ങി വീട്ടിൽ പോകുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെയും കോൺഗ്രസ്സുകാരനെയും കണ്ടതിൻ്റെ ഒരു ദാർഢ്യം. അവരെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ കൊല്ലം വരെ. പക്ഷെ കൊല്ലത്തിന് ശേഷം ഈ യുവമോർച്ചക്കാർ ഒന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഭയന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ബഹളമില്ലാത്തത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വഴിക്കിട്ട് ഈ പറയുന്ന പോലെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരനെയും കോൺഗ്രസ്സുകാരനെയും തല്ലാൻ പറ്റാത്തത്? നിങ്ങൾ തല്ലില്ല, ഇനി ഒരു പടി മുന്നോട്ട് നിങ്ങൾ വയ്ക്കില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് കൊല്ലം മുതൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് പ്രബുൽ കൃഷ്ണനും പറഞ്ഞത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും,
ഞങ്ങളോട് തൊട്ടാൽ ഞങ്ങൾ തിരിച്ചു തല്ലും, ഞങ്ങൾ ഗാന്ധിയുടെ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരല്ല, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവുമല്ല, അതുകൊണ്ട് ഞങ്ങളോട് ഓർത്ത് കളിക്കുക എന്നുള്ള സൂചന കൊല്ലം മുതൽ ഇങ്ങോട്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? അതിനുശേഷം കുറച്ചുകൂടിയൊക്കെ മാന്യന്മാരായി മാറുന്നു എന്ന് കാണുന്നു. അത് DYFക്കാരനാണെങ്കിലും SFക്കാരനാണെങ്കിലും CPMകാരനാണെങ്കിലൊക്കെ ഒരല്പം അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്, അഹന്ത മാറിയിട്ടുണ്ട്. കാരണം എതിർക്കാൻ ആളുണ്ട് എന്നറിയുമ്പോൾ, അടി കിട്ടുമെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, ദേഹത്തെ ചെളി പുരളുമെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേദനയുടെ ചൂടറിയുന്നത് കൊണ്ട് വലിയ പ്രതികരണമൊന്നും ഉണ്ടാകില്ല. അതാണിപ്പോൾ കൊല്ലം മുതൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് ഇവിടെ യുവമോർച്ച നൽകിയിരിക്കുന്നത്. ആ യുവമോർച്ചയുടെ അധ്യക്ഷനായിട്ടുള്ള പ്രഫുൽകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതും അതാണ്. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയപ്പെടുന്നത് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തിരിച്ചു തല്ലുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നവകേരള സദസ്സ് അവസാനിക്കുന്ന ഈ അവസാന ഘട്ടത്തിൽ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും ചിരിക്കാം, ആഹ്ലാദിക്കാം. കാരണം അവരെ ഇനി ആരും തല്ലില്ല എന്നുള്ളതുകൊണ്ട്. കാരണം അവരെ പോലെ അല്ല യുവമോർച്ച എന്നുള്ളതുകൊണ്ട്. യുവമോർച്ച എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് തൊട്ടാൽ അവർ തിരിച്ചു തല്ലിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തല്ലാൻ വരുന്നവൻ അതുപോലെ തന്നെ ആശുപത്രി വാസത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നുള്ള സൂചനകൾ വളരെ കൃത്യമായി നൽകി വയ്ക്കുകയാണ് യുവമോർച്ച. അതുകൊണ്ട് നവകേരള സദസ്സ് നടക്കട്ടെ. ആ സദസ്സിൻ്റെ അവസാന മിനുക്കുമണികളിലേക്കാണ് നവകേരള സദസ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ യുവമോർച്ചക്കാരോട് കയറി ചൊറിയാൻ നിൽക്കണ്ട, നല്ല മാന്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.